വിശക്കുന്നത് പോലെ ഒരു തോന്നൽ, പക്ഷെ വിശപ്പായിരുന്നില്ല കേട്ടോ, ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് ആയിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു മേക്ക് എ വെരി സിമ്പിൾ ഈസി ബനാന ചോക്ലേറ്റ് നട്ട് കേക്ക്. നട്ട് കേക്കാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും എൻ്റെ കയ്യിൽ ബദാം മാത്രമേ നട്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സോ ബദാം ഇട്ട ഒരു നട്ട് കേക്ക് എന്ന് നമുക്ക് പറയാം. പിന്നെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചില്ല, അതുകൊണ്ട് അവിടെ ഇവിടെയും ചില പാകപ്പിഴകളൊക്കെ ഉണ്ട്. ഐ അപ്പോളജൈസ്. അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് ഒതുക്കുന്നത് ഡ്യൂഡ് സിനിമ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കമ്മിങ് ബാക്ക്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പഴമാണ്. അപ്പോൾ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് പഴം നല്ലോണം ഇടിച്ച് സ്മാഷ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയ വാനില എസൻസ്, എഗ്ഗ്, മെൽറ്റഡ് ബട്ടർ, പൗഡർഡ് ഷുഗർ എല്ലാം കൂടി നല്ലോണം ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ ഫ്ലോർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി മിക്സ് ചെയ്യാം. ദെൻ നമ്മുടെ മെയിൻ പരിപാടി വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യാം. എനിക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇവിടം വരെ എല്ലാം ശരിയാണെങ്കിലും അവസാനം ബേക്ക് ചെയ്യുമ്പോൾ പാളാറുണ്ട്. പക്ഷെ അതിന് ഇപ്രാവശ്യം ഒരു സൊല്യൂഷനുണ്ട്. നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പാളില്ല എന്നെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. നമ്മൾ നട്ട്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ ഓക്കെയാണ്. ഞങ്ങൾ എയർ ഫ്രയറിൽ 40 to 45 മിനിറ്റ്സാണ് വെച്ചത്, അത് കറക്റ്റായിരുന്നു. പക്ഷെ വേരി ചെയ്യും, അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ പെട്ടെന്നൊരു സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക് നമുക്ക് കിട്ടും.